ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ജില്ലൂസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ ഇന്ന് വലയിടാൻ പോവുകയാണ് നമ്മുടെ പാടത്ത്. അതെ, വല കെട്ടി വെച്ചിട്ടുണ്ടേ, നല്ല വെള്ളമുണ്ട്. ഇത് തന്നെ ഇവിടെ തന്നെ ഇത്ര ഉണ്ട്. നമ്മുടെ സൈഡാണ്, നമ്മൾ അങ്ങോട്ടാണ് നേരെ ഇടുന്നത്. വള്ളയില്ലാത്തതുകൊണ്ട് നമ്മൾ കരക്ക് നടന്ന് ഇടുന്നത്. അപ്പോൾ ഇടുന്നത് കുറച്ച് കാണിച്ചു തരാം. ഞാനും ഉണ്ട്, എതും ഉണ്ട്. ഇവിടുത്തെ പോയി അവിടെ രണ്ട് വലയുണ്ട്, രണ്ട് വല ഇടാം. ഈ പാടം മൊത്തം നമ്മളിന്ന് വലയിടും. നമ്മൾ ഇന്ന് എടുക്കല, നമ്മൾ നാളെ രാവിലെ വല എടുക്കുള്ളൂ. നല്ല ഏറ്റവും തള്ളിയിരിക്കണോണ്ട് ഞാനിത് ഇവിടെ ഇറങ്ങിയതാണ്. ഇത് കണ്ട, ഇങ്ങോട്ട് മാറുന്നവർ ആഴം കൂടിയാണ്. എൻ്റെ നെഞ്ചത്തേറായി. കാരണം ഇത് നമ്മുടെ 10 കുഴിയാണ്. നമുക്ക് വല ഇടാനിട്ടേ സത്യം പറഞ്ഞ് വെള്ളം വേണമെന്നൊന്നുമില്ല. ഇത് വേണ്ട, നമ്മുടെ ചരുവൻ വീട്ടിലെന്തെങ്കിലും നമ്മൾ അങ്ങനെ ചരുവത്തിൻ്റെ അകത്ത് വല വെച്ചിട്ട് നേരെ ഇട്ട് പോയി. ഇങ്ങോട്ട് മാറുന്നവർ ആഴം കൂടും. അങ്ങോട്ട് മാറ്റിക്കൊള്ളിക്ക്. അങ്ങോട്ട് മാറ്റി ആ കണ്ടല്ല ഇതില്ലേ, അങ്ങോട്ട് മാറ്റിക്കൊള്ളിക്ക്. അപ്പം അതെ, നമ്മൾ വല ഇട്ട് പകുതിയായി. ഇതുണ്ട്, ഇത് വേണ്ട, ഇട്ട് പകുതി ആക്കിയിട്ടുണ്ട്. നമ്മളിത് ഇത് വേണ്ട, മൊത്തത്തിൽ അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ വല. കറക്കിയിട്ടിരിക്കുക. ഇനി ഇവിടെ നിന്ന് നേരെ വേണ്ട, അത്ര നമ്മൾ നേരെ നമ്മുടെ പാടത്തിൻ്റെ നടുക്കൂടെ അങ്ങോട്ട് ഇടും. എന്നിട്ട് ഇതിട്ടിട്ട് നമ്മുടെ അടുത്ത വല സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെ, നമ്മൾ വല ഇട്ട് തീരാറായിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇട്ട് തുടങ്ങിയത് ഇതിൽ വേണ്ട, നമ്മൾ സ്ട്രേറ്റ് ഇട്ടിട്ട് അവിടെ കൊണ്ട് നമ്മൾ വല നിർത്തും. കുറച്ചുകൂടെ വരും, വല പിണങ്ങി നിൽക്കാം. വല നിർത്തിയിട്ട് നമ്മൾ അടുത്ത വലയുണ്ട് നമ്മുടെ പൊങ്ങില്ലാത്ത വല, അത് നമ്മൾ പൊങ്ങി സെറ്റ് ചെയ്തിട്ട് നേരെ നമ്മുടെ നടുക്കൂടെ ഇടും. അപ്പോൾ ഈ രാത്രി ആകുന്നിടത്ത് ഈ മീനൊരു സമയമുണ്ട്, മീൻ ഓടുന്നൊരു സമയമുണ്ട്. നമ്മൾ വലയിടുന്നവർക്കൊക്കെ അറിയാം, ഈ സന്ധ്യ മയക്കലിനും നേരം വെളുത്ത് വരില്ലേ, വെട്ടം വീഴുന്ന സമയത്ത് മീൻ ഓടും സൈഡിലേക്ക്, അല്ലെങ്കിൽ നടുക്കാട്ട് ഓടും. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്ന മീനൊക്കെ ഓടി നമ്മുടെ വലയിലേക്ക് കയറും. നമ്മൾ നടുക്കിട്ടിരിക്കുന്ന നേരത്തെ ഓടി അങ്ങോട്ടും കയറും. അതെ, നമ്മുടെ വല തീർന്നിരിക്കുകയാണ്, ലാസ്റ്റാണ്. ഇട്ടിട്ട് നമ്മൾ ഇത് ഈ കുറ്റിയെ കൊണ്ട് നേരെ നമ്മൾ സെറ്റ് ചെയ്യണം. ഈ കുട്ടിയിലേക്ക് ഈ കുട്ടിയിലേക്ക് നമ്മൾ ഇനി ചെറിയൊരു പരിപാടി കൂടി, നമ്മൾ വല ഇട്ടിട്ട് ഈ അടിയിലും മേലിലും കൂടെ ഒന്ന് വലിച്ചു കൂട്ടണം. നേരെ വലിച്ചിട്ടിരിക്കുക, ഇത്ര മതി. അപ്പോൾ അതെ, ഇനി ചെയ്യാൻ പോണെന്ന് പറയാം, ഈ വല കഴിഞ്ഞ് നമ്മൾ അടുത്ത വല എടുക്കും. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കറക്കും. ഈ സൈഡ് ഫുള്ള് കവറായില്ല, നമ്മൾ അപ്പുറ സൈഡ് കവറാക്കും. അതെ, അപ്പോൾ അതെ, ആ വല ഇട്ട് നമ്മൾ അടുത്ത വല എടുത്തിരിക്കാം. പക്ഷേ ഈ വല എന്താ വെച്ചാൽ നമ്മുടെ കാലിയുടെ വലയാണ്, ഇതിന് പൊങ്ങില്ല. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, കുറച്ച് ധർമ്മക്കോടും സ്പോഞ്ചില്ലേ, അത് നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇടക്കിടക്ക് ഇത് പൊങ്ങായിട്ട് ഇട്ട് കൊടുക്കും. അത് നമ്മൾ ഇട്ടിട്ട് പോകും. കാണിച്ചു തരാവേ, വേണ്ട, സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെ ഇട്ട് കണ്ടോ, എന്നിട്ട് നമ്മൾ ഒരു പൊങ്ങെടുത്ത് ഇതിങ്ങനെ ചുറ്റും, നമ്മുടെ തലയിലൊന്നും ചുറ്റും. കണ്ടത് വേണ്ട, പൊങ്ങായി. അങ്ങനെ ഇത് കണ്ടോ, അത് കാണിച്ചു കൊടുത്തത് നമ്മുടെ മരമാണ് ഇവിടുത്തെ. നമ്മൾ ഈ മരത്തെ ചുറ്റിയിടും. ഇതിൻ്റെ അടി മീനുണ്ടെങ്കിൽ ഓടി ഉടക്കാൻ വേണ്ട പരിപാടി ചെയ്യും.
അടുത്തത് അത് ഇതേപോലെ തന്നെ ചുറ്റിപ്പിണച്ച് അത് വിട്ടു. അത് അവരെ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങി തപ്പിപ്പിടിക്കും. മൊത്തം ഇട്ടിട്ട് കാണിച്ചു തരാം, ഭയങ്കര ഉടക്കുണ്ട്. ഇതേ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വലയും തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പൊങ്ങിട്ടിട്ട് ഒന്നുമില്ല, ഇന്ന് നമ്മൾ വല എടുക്കില്ല. ഇന്ന് രാത്രി വല കിടന്നിട്ട് നാളെ രാവിലെ വന്നേ പൊക്കോളൂ വല. അപ്പോൾ രാത്രി മീൻ മൊത്തം ഓടി സാധനം സെറ്റായിട്ടുണ്ടാവും. ബാക്കി മീൻ എടുക്കണ വീഡിയോ നാളെ രാവിലെ കാണിച്ചു തരാം. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ രാവിലെ 7 മണിയായി. അത് താമസിച്ച് എണീറ്റപ്പോൾ അപ്പോൾ അതേ നമ്മൾ വല എടുക്കാൻ പോയാണ്. മച്ചന്മാരെ നമ്മളെ വല എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കരിപ്പുറത്ത് കിട്ടിയേ. അതെങ്ങനെ വെച്ചാൽ വല ഞാൻ പറയുമ്പോൾ ഞാൻ നടന്ന് വെള്ളത്തിൽ കൂടെ വന്നതിന് അനക്കം തട്ടി കിട്ടിയ സാധനം അത്. നമുക്ക് ഇവർ ആദ്യമേ എടുത്ത് ഇടയിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ അതെ നമ്മൾ വല എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണേ. എടുക്കുന്നതിന് ഒറ്റക്കായതുകൊണ്ട് ഒറ്റ കൈ പിടിച്ച് വല എടുക്കണം. ഒരുപാടാണ്, അതാരും കുഴപ്പമില്ല. വരെ ഫസ്റ്റ് നമ്മുടെ സെക്കൻഡ് കരിമീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിമീൻ. ഇത് നമ്മളിപ്പോൾ എടുക്കണില്ല, നമ്മൾ പതിയെ ഇവരെടുത്ത് പുറത്ത് സൈഡിലേക്ക് ഇട്ടിട്ട് വലയെടുത്ത് കയറ്റി ഇടിച്ച് തന്നിട്ട് അതിനെ തിരിഞ്ഞെടുക്കാം. അടുത്ത സ്റ്റാർട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുരി അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട്. കുരിനെ നമുക്ക് അതേപോലെ തന്നെ എടുത്തിട്ടേക്കാം. എന്തോ മീൻ ഉടക്കിയിട്ടുണ്ടായിരുന്നു, പോയതാ. അടുത്തൊരു ചെറിയ, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കിതിൻ്റെ പേരറിയില്ല. ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, വേറൊരു സാധനം ഇവിടെ ഉണ്ട് കണ്ടോ, തൂളി. ഇത് നമ്മൾ വല ഇട്ടപ്പഴി തന്നെ വീണാന്ന് തോന്നുന്നു. ഇനി എടുത്ത് പുറത്തേക്ക് ഇടുക. അതെ അവിടെ എന്ത് പിടിക്കുന്നുണ്ട് മോനെ. അടുത്ത വരുവി നമ്മുടെ ഇതുമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എടാ ഇത് വേണ ക്യാമറ എടുക്കാനായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത്ര നേരം ഒറ്റക്ക് ഇവിടെ എന്തോ മീൻ ഇടിക്കുന്നുണ്ട്. കുരി അടുത്തത് ഒന്നുമില്ല, നമ്മളതേ കുരി എടുത്തിട്ട് പുറത്തേക്ക് തന്നെ ഇട്ടേക്കാം. നമുക്ക് എന്തായാലും അടുത്ത വല എടുക്കേണ്ടതല്ലേ. കുരുമുണ്ട്
അവിടെ മീൻ കിടപ്പുണ്ട്. ഉണ്ടോ? ആ വേറൊരു സാധനം കിടപ്പുണ്ടേ. കണ്ണി കണ്ണിക്കുഞ്ഞ്. അവിടെ മീൻ കിടപ്പുണ്ടോ? ആ അതെ അതെ, അടുത്ത മീൻ കണ്ടത്. അതെ ഉടക്കിയിട്ടില്ലത്. ഒരു കിടില കരിമീനോ. പക്ഷേ ഇത് ഞാൻ കാണിച്ചിരുന്നേ, കണ്ടുകൊണ്ടേ വേണ്ട, അത് വലയിട്ട് ഉടക്കിയിട്ടേ ഇല്ലേ, മുട്ടിക്കിടക്കത്. അതേതിനാച്ചോ ഇത് കണ്ട ഉഴുത്ത കരിമീന ഒന്നുമില്ല. നമ്മളത് ബക്കറ്റിൻ്റെ അടിയിൽ കിട്ടി കിടക്കണം. നമുക്ക് ആദ്യം കിട്ടിയത് അങ്ങനെ കിട്ടിയതാണ്. അതെന്താണെന്ന് പറയാമോ, ഈ വലയിൽ വന്ന് ഇവ മുട്ടി നിന്ന് അങ്ങനെ നിൽക്കും, ഇവന് ഓടിയല്ല. കരിമീൻ അങ്ങനെ ഒരു വിദ്യ. അതെന്തുണ്ടെന്ന് തോന്നുന്നു, പൊങ്ങി കിടന്നിരിക്കില്ല. ഇത് കേട്ടാ ഓടിക്കുന്നുണ്ട്. അത് ഒന്നെങ്കിൽ കരിമീൻ, ആദ്യത്തെ വല തീരാറായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു മുഴുത്ത മീൻ ഇപ്പോൾ ഉടക്കിയതുള്ളത്, നല്ല ജീവനുണ്ട്, നല്ല ആക്റ്റീവാണ്. അത് കയറാൻ കാണിക്കുന്നത് ഉണ്ടോ? നോക്കാം. പോയത് ചെല്ലാ, അങ്ങോട്ട് പോകണം. ഇവിടെയല്ല അടിച്ചത്, ഇവിടെയല്ല അടിച്ചത്. അതെ, ആദ്യത്തെ വല തീർന്നിരിക്കാനേ. നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ തോളി. നമുക്ക് ഒരു നമ്മുടെ വലിയ വല കിടപ്പുണ്ട്. ആദ്യത്തെ വല നമുക്ക് കരിമീനും തുള്ളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റിയിട്ട് വേണം, ഈ ചരുവൻ എടുത്തിട്ട് വേണം നമുക്ക് രണ്ടാമത്തെ വല എടുക്കാൻ. അല്ല ജീവനുണ്ടല്ലോ അതിന്. അപ്പം അത് നമ്മുടെ രണ്ടാമത്തെ വല എടുക്കുകയാണ്, വലിയ വല. അവിടെ ഫസ്റ്റ് വരുന്നേ രണ്ടാമത്തെ ഫസ്റ്റ് വരും. ഇടക്കിടക്ക് ചേറുണ്ട്. ആ മീൻ കിടക്കുന്ന തോന്നണം അതിനകത്ത്. വലയെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് കയറിയതാണ്. കരിമീനുണ്ടാ അമ്മ ഏഴ് അടിച്ചിട്ട് പിരിപ്പിച്ചതാ. ഗായ്സ്, ഒരു മീനുണ്ട് ഗായ്സ്. ആ വള്ളി പൊട്ടിച്ചെടുക്കും, വള്ളിയെ കൊണ്ട് ഉടക്കി വെച്ചത്. നേരെ ഏറ്റ സമയത്ത് എങ്ങനെയൊക്കെയോ നമുക്കിവിടെ അഴിച്ചെടുക്കാം.
റിസ്ക് എടുക്കണ്ട. നമ്മുടെ രണ്ടാമത്തെ കരുവിനെ എടുത്ത് അടിയിലേക്ക് ഇട്ടേക്കാം. അനങ്ങാണ്ട് കിടന്നു അവന് ഏകദേശം അതിനൊക്കെ നമുക്ക് റിസ്ക്കാണ്. ഇതൊക്കെ എനിക്കൊരു രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ സമയത്ത് ഏറ്റവും കൂടുതൽ മീൻ ഓടുന്നത് അന്നേരം കയറിയതാണ്. അവനെ എടുത്തോട്ട് അടിയിലേക്ക് ഇട്ടേക്കാം. കണ്ടില്ല അടുത്തവനുണ്ട്. രണ്ടെണ്ണം ചെറുതാണ്. രണ്ടല്ല മൂന്നെണ്ണം. ഇല്ല രണ്ടെണ്ണം അല്ലേ? രണ്ട് കരി ഒരെണ്ണം ഡെഡാണ്. കുഴപ്പമില്ല. മറ്റേ പോകാൻ സാധ്യതയുണ്ട്. ഇവര ഇടിച്ചിടിച്ച് എനിക്ക് തോന്നണേ മീൻ നേരത്തെ ഉടക്കിട്ട് കിട്ടാഞ്ഞിട്ട് ഒരു കിടക്കായിരുന്നു. ഇവിടെ മൂന്നാമത്തെ കരുവ് ഇടിച്ചാൽ എല്ലാം കൂടെ കളിച്ചത്. അടുത്തത് വല പോയില്ലേ? ഒഴുകി പോയതാണോ നീങ്ങിയതാണോ? മീനുണ്ടായിരുന്നത് എല്ല് മാത്രമേ ഉള്ളൂ. ചെറിയ മീനാന്ന് തോന്നുന്നു. ഇവിടത്തേം പോയിട്ടുണ്ടോ? ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഇത് കണ്ടോ. നമ്മുടെ ഇവിടെ ഇതിന് പൂളാരെന്നാണ് പറയണത്. നിങ്ങളവിടെ എന്താ പറയണമെന്ന് പറയണേ. ഇതുണ്ട് ഇതിനൊക്കെ അടിച്ച് സെറ്റൊക്കെ വെച്ചിട്ട് വെള്ളത്തിൽ ഇതൊക്കെ നമ്മൾ കാണാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിട്ടേക്കാം. നമുക്ക് വല്ല പൂച്ചയും കയറി കടിച്ച് നമ്മുടെ വല കളയുക. ഇതൊക്കെ ഇവിടെ ഇടാൻ നിനക്ക് ഈ സൈഡിലൊക്കെ നന്നായിട്ട് മീനുണ്ടാകുന്നതായിരുന്നു. ഉടക്കിപ്പോയതാണെന്നും പറയാൻ പറ്റിയല്ല. പറഞ്ഞില്ലേ അടുത്ത് വരില്ലേ? നമ്മൾ മറ്റേ സൈഡിലേക്ക് തരും. ഉണ്ടോ? ഇല്ല രണ്ട് കരിമീനുണ്ടായിരുന്നു. ഒരെണ്ണം ഇതിൻ്റെ അകത്തായി പോയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് നോക്കിയെടുക്കാം. വരെ ചിലപ്പോൾ രണ്ടാമത് എടുക്കേണ്ടി വരും. ഇതിൻ്റെ കൊമ്പ് കയറി ഉടക്കണം.
ഒരു കരിമീൻ സെറ്റാണ്. ഊരിട്ടേക്കാം. നമ്മുടെ എല്ലാ കരിമീനെയും ഊരിപ്പോകാറായി കിടക്കുന്ന രീതിയിലായിരുന്നു. മേ ബി എനിക്ക് തോന്നണത് കരിമീനെയൊക്കെ ഉടക്കിയിട്ട് ഇടിച്ച് കീറി പോയെന്നാണ്. നമ്മുടെ വല്ല പകുതിയായ അതെ ഇതൊരു സാധനം വേണ്ട കാണിച്ചില്ലേ. ഇതെന്താണെന്ന് അറിയാമോ? അതാണ് മനഞ്ഞിൽ. പക്ഷെ പേടിന് മുറിഞ്ഞു പോയി. നല്ല പണിയാന്നിരിക്കണം പക്ഷെ ഉരുണ്ട് പിളഞ്ഞ് അവിടെ വീട്ടിൽ ചെന്നിട്ട് എടുക്കാം നമുക്ക്. അടുത്ത സാധനം പൂള. ഈ മീൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കറി വെച്ചാലും വറുത്താലും എനിക്ക് തോന്നുന്നു ഇച്ചിരി വറുത്താലും ടേസ്റ്റ് ഒന്നും തോന്നുന്നു. അടുത്ത വരും നമ്മുടെ എല്ലാ കരിമീനും ജീവനുണ്ടാവും. ഒന്നേ അടുത്ത കാണിച്ചില്ല. രണ്ടേ കാറ്റിയാണ് ഇവിടെ കിടന്നു. അവിടെ ഒരു വെള്ളത്തിൽ അപ്പോൾ നമ്മൾ വല എടുത്ത് തീർന്നിട്ടുണ്ടേ. വീട്ടിൽ ചെന്നിട്ട് മീനൊക്കെ എടുത്തിട്ടിട്ട് കാണിച്ചു തരാം. ബാ അപ്പോൾ നമ്മൾ വല എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കരിമീനെ മൊത്തം വലയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാണിച്ചു തരാം. കിട്ടി കരിമീൻ. ഇത്ര കരിമീൻ കിട്ടി നമുക്ക്. രണ്ട് കൂരിയുണ്ട്. വേറൊരു സാധനത്തിനെ കാണിച്ചിട്ടേ. ഇതണ്ട നമ്മളിവിടെ മനഞ്ഞിൽ നെയ്മീൻ എന്നൊക്കെ പറയുന്ന സാധനമാണ്. 1 2 3 4 5 6 7 8 9 10 14 കരിമീനുണ്ട്. ഇതേ തൂളി സെറ്റ്. അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.